എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. സങ്കടമാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാര നാറിയൊക്കെ MLA ആയിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജനിച്ചു പോയാൽ MLA സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചന പോലും ഇല്ല, ആലോചനയിൽ പോലും ഇല്ല. അതായത് ആരാ തീരുമാനിക്കുന്ന കോൺഗ്രസിനകത്തെ കാര്യം? അവൻ തീരുമാനിക്കുന്നു. ഷാഫിയെ ഇവൻ ട്രാപ്പിൽപ്പെടുത്തി. ഷാഫി ഇവനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. പക്ഷേ ഷാഫിയുടെ കാര്യങ്ങൾ പോലും ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷാഫി സംരക്ഷിക്കാൻ പരമാവധി നോക്കും, ഷാഫി നാറും. ഞാൻ വീണ്ടും പറയുന്നു, ഷാഫി പറമ്പലിനോട് ഇപ്പം പറയാനുള്ളത്, രാഹുലിനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അവൻ്റെ ത്രെട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഷാഫിയുടെ ചീട്ട് കീറും. CPM-ഉം BJP-യും എന്തുകൊണ്ടാണ് ഇവൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടാത്തത്? ഇലക്ഷൻ വരെ ഇതിങ്ങനെ പോകണം, ഇലക്ഷൻ വരെ ഇത് പോകണം. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. അത് രാജിവെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അതൊരു സംഘടനയാണ്, ചില ആളുകളുടെ മാത്രം കാര്യമാണ്. പക്ഷെ ജനങ്ങളുടെ ഖജനാവിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കാത്തതിലെ ഒരു ന്യായീകരണം എന്താണ്? ഇല്ല, അതിനകത്തുള്ള വിഷയം മുകേഷിനെതിരെ ആരോപണം ഉയർന്നു വന്നായിരുന്നു. മുകേഷിനെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ മുകേഷിനെ എന്താ ചെയ്ത്? മുകേഷിനെ അദ്ദേഹം MLA എന്ന രീതിയിലുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആരെയും അപ്രോച്ച് ചെയ്തിട്ടില്ല. അദ്ദേഹം ചലച്ചിത്ര സംഘടനയ്ക്കകത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രതാപവും അദ്ദേഹം നടൻ എന്നുള്ള രീതിയിലുള്ള ആക്സസും വെച്ചിട്ടുള്ള മാത്രമാണ് അപ്രോച്ച് ചെയ്തതായിട്ടുള്ള ആരോപണം വന്നിട്ടുള്ളത്. അല്ലാതുള്ള പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആളുകളുടെ ഇടയിൽ നിന്ന്, അത് പിന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരുടെ ഇടയിൽ നിന്ന്, ഏതെങ്കിലും DYF-ലെ പെമ്പിള്ളാരുടെ നിന്ന്, SF-ലെ പെമ്പിള്ളാരുടെ നിന്ന്, പിന്നെ വനിതാ സംഘടനയിൽ ഒരു പരാതി വന്നിട്ടില്ല. മുകേഷ് കൊണ്ട് MLA സ്ഥാനം രാജിവെക്കേണ്ട ആവശ്യമില്ല. ജനപ്രതിനിധി എന്ന സ്ഥാനം ദുരുപയോഗപ്പെടുത്തിയിട്ടില്ല. ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെ സമാനമായിട്ടുള്ള ആരോപണം ഉയർന്നു വന്നപ്പോൾ സംസ്ഥാന സർക്കാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞു. അത് പൊസിഷനിലിരിക്കുക. നീലലോഹിദാസ് നാടാർക്കെതിരെ ആരോപണം ഉയർന്നു വന്നപ്പോൾ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറഞ്ഞു. ജോസഫിനെതിരെ ആരോപണം വന്നപ്പോൾ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറഞ്ഞു. TU കുരുവിളയ്ക്കെതിരെ ആരോപണം വന്നപ്പോൾ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരോപണം വന്നപ്പോൾ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്നു. അപ്പം ഞാൻ പറയുന്നത് ഇതിനകത്തുള്ള ദുരുപയോഗം നടന്നിട്ടുണ്ട്. വേണമെന്നേ ബംഗാരു ലക്ഷ്മണൻ എന്ന മനുഷ്യൻ ഒരു ഏരയാ മാത്യു സാമൂഹിൽ കൊണ്ടിട്ട് നാരദ ന്യൂസിൻ്റെ സമയത്ത് കുടിക്കിയതാണ്. അതായത് ഇയാൾക്ക് പാർട്ടി ഫണ്ട് എന്നുള്ള രീതിയിൽ ഇവർ കൊടുക്കുകയാണ്. ബ്രീഫ് കേസിൽ ഹിഡൻ ക്യാമറ വെച്ചിട്ട് ഡൽഹിയിലെ പിന്നെ ഒരു മാർക്കറ്റിൽ നിന്നാണ് സാധനം അറേഞ്ച് ചെയ്തത്. എനിക്ക് എൻ്റെ എല്ലാം അറിയാവുന്ന, ഞാനും മാത്യു സാമൂഹിൽ അസോസിയേറ്റ് ചെയ്തതാണല്ലോ. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട BJP-യുടെ ആദ്യത്തെ അഖിലേന്ത്യാധ്യക്ഷനായിരുന്നു. ജീവിച്ചിരുന്നെങ്കിൽ ഒരു ക്യാബിനറ്റ് മന്ത്രിയിലൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കും. അവസാനിച്ചു പോയി. വെറും 1 ലക്ഷം രൂപ ഒരു ഫണ്ടെന്നും പറഞ്ഞ് കൊടുത്തിട്ട് കൈക്കൂലി മേടിക്കുന്നതെന്നും പറഞ്ഞ സാധനം കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ ശാപം ഇയാളുടെ പേരേക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ കൊലച്ചതിയാണ് ചെയ്യുന്നത്. ഈ ഹണി ട്രാപ്പ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. രാഹുലിനെതിരെ ഉയർന്നു വന്നൊന്നും ഹണി ട്രാപ്പല്ല, വെറും തനി പിന്നെ കോഴി എന്ന് പറഞ്ഞിട്ട് ഇന്നലെ പാലക്കാട്ടെ കോഴിയെ കൊന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. കോഴി കൊന്നതല്ലെന്നേ, കോഴി എനിക്ക് തോന്നുന്നത് പിന്നെ നാണക്കേട് കൊണ്ട് അതിന് ഹൃദയാഘാതം വന്ന് എത്തുമോ എന്നാണ് കരുതുന്നത്. കാരണം അതിനെയും വെച്ചിട്ട് ഇവന്റെ ഓഫീസിന്റെ മുമ്പിലോട്ട് പ്രകടനം നടത്തുമ്പോൾ കോഴിക്കും സെൻസ് ഉണ്ടെന്നേ. അപ്പോൾ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഒരു MLA-ക്ക് എത്ര ലക്ഷം രൂപയാണ് പ്രതിമാസം നമ്മളുടെ ഖജനാവിൽ ചെലവഴിക്കുന്നത്? ഒരു MLA-യുടെ ഉത്തരവാദിത്വം എന്താ? നമ്മുടെ ആൾക്കാരെ വിചാരം ഉദ്ഘാടനം ചെയ്യാൻ പോവുക, പിന്നെ കല്യാണ വീട്ടിൽ പോവുക, മരണ വീട്ടിൽ പോവുക, ആൾക്കാരെ കാണുമ്പോൾ സെൽഫി എടുക്കുക, റീൽസ് എടുക്കുക, ഇതൊക്കെയാണെന്നുള്ളത്. MLA ആണെങ്കിലും MP ആണെങ്കിലും നിയമനിർമ്മാണ സഭയിലെ അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമ ഭേദഗതികൾ, പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക, അതിനകത്ത് ഇടപെടുക, സാമൂഹ്യമായ പുരോഗതിയിലേക്ക് സമൂഹത്തെ നയിക്കുക, അതിനകത്തൊരു വിഭാവന ശേഷിയോട് കൂടി ഇടപെടുക എന്നുള്ളതാണ് പ്രാഥമികമായ ഉത്തരവാദിത്വം. അപ്പോൾ അതിന് വൃത്തികെട്ടവനെ കൊണ്ടുവന്നിട്ട് MLA സ്ഥാനമാണ് രാജിവെക്കേണ്ടത്. ലക്ഷങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന്, അവരെ വണ്ടിക്ക് പെട്രോള്, അവരെ ഡ്രൈവർ, അവന് ഗൺമാൻ, പിന്നെ അവന് പിന്നെ ബാക്കിയുള്ള അലവൻസുകളെ, അവൻ്റെ MLA ഓഫീസും മണിയറയാക്കുന്നവനാ. അവനെ ഏർപ്പാട് നടത്താൻ വേണ്ടിയിട്ട് MLA ഓഫീസിനകത്ത് അവനെ സൂഹിക്കാൻ വേണ്ടിയിട്ട് അതിന് ഉള്ള പിന്നെ അലവൻസ് അവിടുത്തെ സ്റ്റാഫ് കൂട്ടിക്കൊടുക്കുന്നവനെ, ഈ പെമ്പിള്ളേരെ ഇവരുടെ അടുത്ത് എത്തിച്ചു കൊടുക്കുന്ന ഡ്രൈവർക്ക്, ആ വണ്ടിക്കുള്ള എണ്ണ, ഇതെല്ലാം നമ്മുടെ നികുതി പൈസ കൊടുക്കുന്നത്. ഈവൻ അവരുടെ സംഘടനയ്ക്കകത്ത് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചില്ല എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. യൂത്ത് കോൺഗ്രസിനകത്ത് അതിന് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ, അവരുടെ സഹപ്രവർത്തകരുണ്ടെങ്കിൽ അവർ പോകാതിരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സംഘടനാ പ്രശ്നമാണ്. അത് പൊതുസമൂഹത്തിൻ്റെ വിഷയമല്ല, അതൊരു പാർട്ടിക്കകത്തുള്ള വിഷയമാണ്. ഇതങ്ങനെയല്ല, ഇത് പുറത്തേക്ക് വന്നിട്ടുള്ള വിഷയമാണ്. ഇവർ പറയുന്നത് PK ശശിയുടെ വിഷയമായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. PK ശശിയുടെ വിഷയത്തിനകത്ത് ആരും പരസ്യമായിട്ട് പ്രതികരിച്ചിട്ടില്ല. ഇതങ്ങനെയല്ല, പരസ്യ പ്രതികരണങ്ങളാണ് വരുന്നത്. മീടു ക്യാമ്പയിനാണ് വന്നിട്ടുള്ളത്. പോലീസിൽ പരാതി കൊടുത്തോ ഇല്ലോ എന്നുള്ളതല്ല വിഷയം. മീടു ക്യാമ്പയിൻ നടക്കുക. ഇവർ ഇത്രയും കാലം തീവ്രത ഓടത്തെ പീഡണമെന്ന് പറഞ്ഞ് ശശിയുടെ കാര്യം പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, ശശി ചെയ്തതിന് ഞാൻ ന്യായീകരിക്കുന്നതല്ല, ശശി ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ ഇവൻ്റെ ക്രൈം എന്ന് പറയുന്നത് അതിനൊക്കെ അപ്പുറത്താണ്, ഏറ്റവും അപ്പുറത്താണ്. റെജീനയുടെ വിഷയം പോലും വന്നപ്പം റെജീനയുടെ വിഷയത്തിനകത്ത് കുഞ്ഞാലിക്കുട്ടിയുടേതാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറഞ്ഞാണെന്നുള്ള പിന്നിൽ തെളിഞ്ഞല്ലോ. പക്ഷേ റെജീനയുടെ വിഷയത്തിനകത്ത് അന്ന് ആദ്യം വന്നത് റെജീന അന്ന് പ്രായപൂർത്തിയായിട്ടില്ല എന്നുള്ള വ്യാഖ്യാനമായിരുന്നു അന്ന്. MP ബഷീറാണ് ഇന്ത്യ വിഷനകത്ത് കൊണ്ടുവരുന്നത്. പക്ഷേ പ്രായപൂർത്തിയായി, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ്. അപ്പോൾ അതിനകത്ത് ഒക്കെ മനസ്സിലാക്കാം. മറ്റേത് അങ്ങനെയല്ലെന്നേ. അതായത് കല്യാണം കഴിച്ച് ഫാമിലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ ഇങ്ങനത്തെ ട്യൂണിങ്ങിന് പോകുന്ന സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അവർ കെട്ടത്തില്ലെന്നുള്ളത് കണക്ക് കൂട്ടിയിട്ട് തന്നെ ഇവരെല്ലാം പോകുന്നത്. അപ്പോൾ വിജയ് ബാബുവിൻ്റെ കേസാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവൻ ബാച്ചലറാകുമ്പോൾ ഇവൻ
കല്യാണം കഴിക്കാന്നുള്ള ട്രോളിനാണോ സംസാരിച്ചിട്ടുള്ള അവൻ്റെ ചാറ്റ് പുറത്തു വരുന്ന ബാക്കിയുള്ള വിവരങ്ങൾ സിബി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പം എനിക്ക് സങ്കടമാണ് വന്ന്. എനിക്ക് 2 പെങ്ങന്മാരുണ്ട്. സങ്കടമാണ് വന്ന്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാര നാറിയൊക്കെ MLA ആയിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ജനിച്ചു പോയല്ലോ, വല്ല ഛത്തീസ്ഗഡിലോ ഗുജറാത്തിലോ വല്ല അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലോ അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന ജാർഖണ്ഡിലോ പോയിട്ട് ജനിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ നന്നായി നാണക്കേട് ഒഴിവാക്കായിരുന്നല്ലോ എന്നുള്ളത്. കാരണം പ്രബുദ്ധ കേരളം കോപ്പിലൊക്കെ പ്രബുദ്ധ ഉള്ളത്, എന്നിട്ട് അവൻ ഇപ്പോഴും ഫാൻ ബേസും കൊണ്ട് നടക്കുക. പിന്നെ ഇതിനകത്തുള്ള അടുത്ത വിഷയം എന്താ, ഇവൻ MLA സ്ഥാനം രാജിവെക്കുന്നതിനെ കുറിച്ച് ആലോചന പോലും ഇല്ല, ആലോചനയിൽ പോലും ഇല്ല. അതായത് ആരാ തീരുമാനിക്കുന്ന കോൺഗ്രസിനകത്തെ കാര്യം? അവൻ തീരുമാനിക്കുന്നു. ഹൂ കേഴ്സ് എന്നല്ല, ഹൂ കേഴ്സ്, ഹൂ ആർ യു അല്ല, ഹൂ ഇസ് ഹി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടം അടൂരിലെ വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അവിടെ പോലീസിനെ കാവൽ നിർത്തിയിരിക്കുന്നത്. പോലീസിനെ കാവൽ നിർത്തിയിരിക്കുന്നത് സർക്കാരിന് ഒരു ബർഡനാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ പാലക്കാട്ടുകാർക്ക് MLA ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണ്. പാലക്കാട് പോകാൻ പറ്റുമോ? നാട്ടുകാർ മുമ്പിലോട്ട് പോകാൻ പറ്റും, പുറത്തിറങ്ങാൻ പറ്റും. അടൂരെ വീട്ടിനകത്ത് ഒളിച്ചിരിക്കാനല്ലാതെ പറ്റുമോ? പെങ്ങളെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അളിയൻ പോലും പറയാം അധികം വീട്ടിൽ പോയി നിൽക്കേണ്ടത്. കാരണം ഇങ്ങനത്തെ രതിവൈകൃതം ഉള്ള ആളുകൾക്ക് ഒരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ എത്രയോ വാർത്തകൾ കേൾക്കുന്നു, സ്വന്തം മാതാവിനെ പിടിപ്പിച്ചു, സ്വന്തം സഹോദരിയെ പിടിപ്പിച്ചെന്നൊക്കെ. അതെന്ന് വെച്ചാൽ ഇത് സൈക്കോ ആണ്. ഇവൻ സൈക്കോ, ഇവന് മാനസിക ചികിത്സയാണ് കൊടുക്കേണ്ടതുള്ള. ഇന്നലെയും ഞാൻ പറഞ്ഞു, മെഡിക്കേഷൻ കൊടുക്കണം, പാർട്ടി മുൻകൈ എടുക്കണം. കഴിവുള്ള ചെറുപ്പക്കാരനാണ്, അവനെ നശിപ്പിച്ച് കളയണമെന്നുള്ള ചിന്തയൊന്നുമില്ല. പിന്നെ ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ വീണ്ടും ഞാൻ അവൻ്റെ പേരെടുത്ത് ആവർത്തിച്ച് പറയുന്നതിൻ്റെ കാരണം ഞാൻ ചലഞ്ച് ചെയ്യുക. ഡിഫാമേഷൻ കൊടുക്കട്ടെ, അവൻ ക്രിമിനൽ കേസ് കൊടുക്കട്ടെ, അവൻ ഡിഫാമേഷൻ കൊടുക്കട്ടെ, സ്വഭാവ അത്യാർത്ഥി എന്ന് പറഞ്ഞു കൊടുക്കട്ടെ, അവന് ധൈര്യം ഉണ്ടെങ്കിൽ കൊടുക്കട്ടെ, കൊടുക്കട്ടെ, ഷാഫി പറമ്പിൽ കൊടുക്കട്ടെ. ബാക്കിയുള്ള സാധനങ്ങൾ അപ്പോൾ വരുമെന്നേ. ചൊറിയാൻ നിന്നിട്ടാ, ചൊറിഞ്ഞാൽ കയറി മാതാനുള്ള സാധനങ്ങൾ നമ്മൾ ഷാഫിക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒളിച്ചോടേണ്ട ഗതികേടുണ്ടായി. ഷാഫി സത്യത്തിൽ ഇതിനകത്ത് ചാപ്റ്റർ എന്നാണ് ദീപാദാസ് മുൻഷി പറഞ്ഞിരിക്കുന്നത്, കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി പറഞ്ഞത്. ക്ലോസ്ഡ് ചാപ്റ്റർ ഇൻ കോൺഗ്രസ് പൊളിറ്റിക്സ്, ഇറ്റ്സ് ഫൈൻ. കോൺഗ്രസിന്റെ ചുമതലയുള്ള AICC ഭാരവാഹിയായിട്ടുള്ള ദീപാദാസ് മുൻഷിക്ക് സംഘടനയ്ക്കകത്ത് ക്ലോസ്ഡ് ചാപ്റ്റർ ആയിരിക്കും. കാരണം അതിനകത്ത് പിന്നെ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ഇവൻ കമ്മിറ്റിക്കകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഷാഫി മുഖം പൊത്തിയിരിക്കും. അതുകൊണ്ട് ഷാഫിക്കൊന്നും മിണ്ടാൻ പറ്റത്തില്ല. കൂട്ടുകച്ചവടം നടത്തിയതാണ്. ഷാഫിയെ ഇവൻ ട്രാപ്പിൽപ്പെടുത്തി. ഷാഫി ഇവനെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചു. പക്ഷേ ഷാഫിയുടെ കാര്യങ്ങൾ പോലും ഇവൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് സാധനം, അറിയോ? ഇവൻ കാലേ കൂട്ടി 50 വർഷം അപ്പുറത്തേക്ക് ചിന്തിച്ചു. ഷാഫി മുഖ്യമന്ത്രി ആവണം എന്നുള്ളത് ചിന്തിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാഫിയുടെ വിശ്വസ്തരായിട്ട് നിന്നിട്ട് ഷാഫിക്ക് ഉള്ള എല്ലാ കാര്യങ്ങളും ഫേവർ ചെയ്ത് കൊടുത്തിട്ട് അതെല്ലാം റെക്കോർഡറാക്കി വെച്ചു. ഷാഫിയുടെ അടുത്ത് ബാർഗെയിൻ ചെയ്യാനെന്ന് ഷാഫിയെ വരച്ച വരയിൽ നിർത്താൻ കഴിവുള്ള ആളായിട്ട് രാഹുൽ മാറി. അതായത് ഷാഫി വളർത്തിക്കൊണ്ടുപോകുന്ന രാഹുലിനോട് ചോദിച്ചിട്ട് മൂത്രമൊടിക്കാൻ പോകേണ്ട അവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തിവൻ? കൂട്ടുകച്ചവടം ബാക്കിയുള്ളതൊക്കെ അവിടെ നടക്കട്ടെ, ബാക്കിയുള്ളത് ഷാഫിക്ക് മിണ്ടാൻ പറ്റത്തില്ല. പിന്നെ ഷാഫി ഇവിടെ പിന്നെ ഒളിച്ചോടിയിട്ടില്ലെന്നും മുങ്ങിയെന്നും ഒക്കെയുള്ള പരാമർശം തെറ്റാണെന്ന്. സംഘടനാ ചുമതല ഒഴിഞ്ഞിട്ടും കോൺഗ്രസിനെ ധാർമ്മികത പഠിപ്പിക്കുന്നു. കോൺഗ്രസിനകത്തെ കാര്യമല്ലോ പറഞ്ഞാൽ അവൻ സംഘടന അവനെ AICC പ്രസിഡന്റ് ആക്കുന്നതിന് നമുക്ക് വിരോധമുണ്ടോ? രാഹുലിനെ പിടിച്ച് AICC പ്രസിഡന്റ് ആക്ക്, ഷാഫിയെ പിടിച്ച് സംഘടനാ ജനറൽ സെക്രട്ടറി ആക്കട്ടെ, KC വേണുഗോപാലിനെ മല്ലികാർജ്ജുനെ മാറ്റിയിട്ടാക്കട്ടെ. നമുക്ക് ആർക്കും വിരോധമുണ്ടോ? ആർക്കും പരാതിയില്ല. അതിനകത്ത് യൂത്ത് കോൺഗ്രസിലെ അഖിലേന്ത്യാ അധ്യക്ഷനായിട്ട് പ്രൊമോഷൻ കൊടുക്കട്ടെ, നമുക്ക് വിരോധമില്ല. അത് അവരുടെ ഇന്നർ പാർട്ടി പൊളിറ്റിക്സിനകത്തുള്ളതാണ്. ഇതങ്ങനല്ല ഈ വിഷയം നിൽക്കുന്നത്. ഈ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ ബാധിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു ജനപ്രതിനിധിയുടെ ഒരു MLA ഓഫീസിനകത്ത് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഒരു സ്ത്രീകൾക്ക് ഏതെങ്കിലും വിഷയം മുഖ്യമന്ത്രിയുടെ ചികിത്സാ ഫണ്ടോ അല്ലെങ്കിൽ ദുരിതാശ്വാസ ഫണ്ടോ അല്ലെങ്കിൽ നാട്ടിലെ ഏതെങ്കിലും വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കോ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനോ ചെറുപ്പക്കാരികളായിട്ട് യുവതികൾക്ക് ഇവനടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? ഫോൺ നമ്പർ കൊടുക്കാൻ പറ്റുമോ? അവരുടെ കുടുംബജീവിതം തകരാറിലാവത്തില്ലേ? പിള്ളേരെ രാവിലെ സ്കൂളിൽ ഒരുക്കാൻ നിൽക്കുന്നവർക്ക് രാത്രി 12 മണിക്ക് ഫോൺ ചെയ്യുക, ചാറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാറി എവിടെയാണ് കിടക്കുന്നത്? ഇങ്ങനെ പ്രേക്ഷകർ ക്ഷമിക്കണം. ഞാൻ ഇന്നലെയും പറഞ്ഞ പോലെ എനിക്ക് പറയാനുള്ളത്, ഭൂലോക നാറികളെക്കുറിച്ച് നാറി നല്ലത് വിശുദ്ധൻ എന്നെ വിളിക്കുന്നേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അതിനേക്കാൾ വലിയ വിശുദ്ധൻ ഗോവിന്ദചാമിയാ. ഈ തവണ ഷാഫിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ പറ്റുമോ? ഷാഫി സംരക്ഷിക്കാൻ പരമാവധി നോക്കും, ഷാഫി നാറും. ഞാൻ വീണ്ടും പറയുന്നു, ഷാഫി പറമ്പിലിനോട് ഇപ്പം പറയാനുള്ളത്, രാഹുലിനോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എല്ലാ കാര്യത്തിനകത്തും അമിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനും ഈ വിഷയങ്ങൾ ഈ പെൺപിള്ളേരെ വരെ മാന്യമായ രീതിയിൽ സെറ്റിൽ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിരുന്നു. വി ഗിവ് യു ഇനഫ് ടൈം. പക്ഷെ നിങ്ങൾ ഇതിനെ നിസ്സാരമായിട്ട് കണ്ടു. ഇപ്പം ഷാഫിയോട് എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, മര്യാദയ്ക്ക് നിന്നോ. മര്യാദയ്ക്ക് നിന്നോണ്ടാൽ മര്യാദയ്ക്ക് നിന്നോ എന്ന് തന്നെയാണ്. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്. അതല്ല ഇതിനകത്ത് അവൻ്റെ ത്രെട്ട് വെച്ചിട്ട് അതിനനുസരിച്ച് ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഷാഫിയുടെ ചീട്ട് കീറും, ഒരു സംശയവും വേണ്ടത്. ഇപ്പം എന്ന് വെച്ചാൽ മറ്റോ വടകരയിൽ പോയിട്ട് ധാർമ്മികത പഠിപ്പിക്കുന്നെന്ന്. ഇവരുടെ കൂടെ ഞാൻ പറയട്ടെ, അഭിമാനബോധമുള്ള കുടുംബത്തിലെ പിള്ളേരെ ഇനി KS യൂത്ത് കോൺഗ്രസിന് വിടുവോ? യൂത്ത് കോൺഗ്രസിന് മാറ്റിയല്ലോ. മാറ്റി ഇവൻ പങ്കെടുക്കുന്ന പരിപാടിക്ക് പോവോ? ഇല്ല, അതൊരിക്കലും. ഇവന്റെ MLA ഓഫീസിൽ ഒരാൾ കാവലാതി പറഞ്ഞില്ല. ഇത് V ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. കാരണം അവിടെ എന്തോ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നിയോജക മണ്ഡലം കമ്മിറ്റി വിളിച്ചു കൂട്ടുന്ന സമയത്ത് അധ്യക്ഷനായിട്ട് MLA മാറി നിൽക്കുന്നതായിരിക്കും ഉചിതമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിബി, ഇത് വളരെ മോശപ്പെട്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഇവനെ പ്രൊട്ടക്ട് ചെയ്യാൻ
ഷാഫിക്കുള്ള വ്യഗ്രത എന്താ ഇതിനകത്തുള്ള അടുത്ത ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ നിൽക്കുന്നത്? യൂത്ത് കോൺഗ്രസ് ഇപ്പം ചെയ്യേണ്ടത് അബിൻ വർക്കി വൈസ് പ്രസിഡന്റായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ തലസ്ഥാന നഗരി എന്നുള്ള ചെറുപ്പക്കാരനാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ്. തലസ്ഥാന നഗരിയിലാകുമ്പോൾ ഇന്ദിരാഭവനിൽ എപ്പോഴും പോകാൻ പറ്റുന്ന ഒരാളാണ്. അവിടെ നിന്ന് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. ഇവന് പിന്നെ പാലക്കാട് മണ്ഡലം നോക്കണം, അടൂർ വീട്ടിൽ പോകണം, തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ പോകണം. അതിന് പുറമെ പിന്നെ കൂടുതൽ സമയം പിന്നെ ഡൽഹിയിലെ 5 സ്റ്റാർ ഹോട്ടൽ, ബാംഗ്ലൂരിൽ അബോർഷൻ നടത്താൻ പോകണം. അപ്പൊ മണ്ഡലം നോക്കാൻ നേരമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അബോർഷൻ നടത്തണമെങ്കിൽ ബാംഗ്ലൂർ പോകണം, പിന്നെ ഡൽഹിയിൽ 5 സ്റ്റാർ ഹോട്ടൽ എടുത്ത് അവിടെ പോകണം, കോയമ്പത്തൂർ പോകണം. ഇനിയിപ്പോൾ അവൻ പോകാനുള്ളത് മക്കാവ് ദ്വീപിൽ മാത്രമേ പോകാനുള്ള ബാക്കിയുള്ളൂ. തായ്ലാൻഡിൽ പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപക്ഷെ ഈ ജയസഖിലിനെ അല്ലെങ്കിൽ കെ.എം. അഭിജിത്തിനെ, അബിൻ വർക്കിയൊക്കെ പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വനിതാ യൂത്ത് കോൺഗ്രസിന് വനിതയല്ല വരണ്ടേ, വനിതാ യൂത്ത് കോൺഗ്രസ് അല്ല വരണ്ടേ. വനിതാ യൂത്ത് കോൺഗ്രസിനകത്ത് ഈ പ്രസിഡന്റ് സ്ഥാനം എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഉള്ള ഒരാളും കൊണ്ടായിരിക്കണം ഇതിനെ സംഘടനയെ കൊണ്ടു നടക്കാൻ. പക്ഷെ വനിതകൾക്ക് കപ്പാസിറ്റി ഇവരിപ്പോ ചെയ്യേണ്ടത് ഇപ്പൊ സോയയൊക്കെ മിടിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവരിപ്പോ ചെയ്യേണ്ടത് ഇവരാൽ ഒതുക്കപ്പെട്ട, ഇവർ ചവിട്ടി മൂലക്കാക്കിയ മറികടന്ന് അവനെ വിട്ടിട്ട് വന്ന ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയുടെ അവിടെ പോയിട്ട് ഇതാക്കി ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പ്രചരണം നടക്കുന്നതിന് ഇവർക്ക് ഗ്രൂപ്പുണ്ട്. ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്നതിനും ചാണ്ടി ഉമ്മനെ കരിവാരിത്താക്കാനും വേണ്ടിയിട്ട് ഇവർക്ക് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞ ഒരു സീനിയർ നേതാവിനോട് കൺഫേം ചെയ്തു. ചാണ്ടി ഉമ്മനെതിരെ ഇവർക്ക് കൃത്യമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട് ഇവർ. അത് ഉമ്മൻചാണ്ടിയുടെ പേര് ഉപയോഗിച്ചുകൊണ്ടാന്നേ. അച്ഛനെ പോലും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളേ. ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞ് ഇതാക്കുക, ഉമ്മൻചാണ്ടിയുടെ മോനിട്ട് പിന്നെ പാരമണിയ പരമനാറി എന്നല്ലാതെ ഇവനൊക്കെ എന്താ വിളിക്കുന്നത്? ഞാൻ എന്തായാലും ആ ഒരു വാക്ക് കേരളീയ സമൂഹത്തിന് സംഭാവന ചെയ്ത പിണറായി വിജയൻ സഖാവിനെയൊക്കെ നന്ദിപൂർവ്വം സ്മരിക്കുകയിപ്പം. കാരണം അതൊക്കെ ഇവനെ പോലെയുള്ളവരെ കണ്ടിട്ട് ദീർഘവീക്ഷണത്തോടെ കാലേ കൂട്ടിയിട്ട് അത്തരം വാക്കുകൾ പറഞ്ഞിട്ടുള്ളത്. പൊളിറ്റിക്കൽ ക്രിമിനൽ എന്നുള്ളതല്ലേ പറയണ്ടേ? പൊളിറ്റിക്കൽ പിമ്പ് കൂടാ. മറ്റവന് കൂട്ടിക്കൊടുക്കുന്നുണ്ടല്ലോ ഇവൻ സ്വന്തമായിട്ട് വേട്ടക്കാരൻ മാത്രമല്ല, മറ്റവന് കൂട്ടിക്കൊടുക്കുന്നുമുണ്ട്. പിന്നെ മറ്റവരുടെ അടുത്ത് ബാക്കിയുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇവനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല സംഗീതജ്ഞനാണ്. ഇവന് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ പാട്ട് മത്സരങ്ങൾ, ശാസ്ത്രീയ സംഗീതം, പിന്നെ ലളിതഗാനം, പിന്നെ സംഘഗാനം ഒക്കെ ഉള്ളതുപോലെ തന്നെ പിന്നെ ഓടക്കുഴൽ, പിന്നെ അങ്ങനെയുള്ള ഉപകരണ സംഗീതം എന്ന് പറയുന്ന സംഭവമുണ്ട്. ഗിത്താറും പിന്നെ വയലിനും ഡ്രമ്മും മാത്രമല്ല, ഓടക്കുഴൽ വിദ്വാനാണ്. ഇതൊന്നും അൺപാർലമെന്ററി ഒന്നല്ല, ഇറ്റ്സ് ഫാക്ട്. അതുകൊണ്ടാണ് പറയുന്നത്. CPM-ഉം BJP-യും എന്തുകൊണ്ടാണ് ഇവൻ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടാത്തത്? CPM എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? ഇലക്ഷൻ വരെ ഇതിങ്ങനെ പോകണം, ഇലക്ഷൻ വരെ ഇത് പോകണം. ഇപ്പൊ കോൺഗ്രസിന് ചെയ്യാൻ പറ്റുന്ന സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇവനെ കൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിക്കുക. നിലപാടെന്ന് പറഞ്ഞ് കോൺഗ്രസിനെ പുകഴ്ത്തും. ഇത് സാധനം അങ്ങ് പൊട്ടിപ്പോയാവും. മാത്രമല്ല ബാക്കിയുള്ളവരെല്ലാം പ്രശ്നത്തിലാവും. സമാനമായ ആരോപണം നേരിട്ട വേറെ ഏതെങ്കിലും ആൾക്കാർ മറ്റു പാർട്ടികളിലുണ്ടെങ്കിൽ LDF പ്രതിരോധത്തിലാവും. എല്ലാവരും പ്രതിരോധത്തിലാവും സമാനമായ ആരോപണം വന്നു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ ശുദ്ധീകരിക്കപ്പെടും. ഒരു മഹത്തായ മാതൃകയായിട്ട് കോൺഗ്രസിന് മാറാൻ പറ്റും. ആ ബുദ്ധി പൊട്ടന്മാർക്കില്ല എന്നുള്ളതാണ്. കാരണം ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്കായിട്ട് ഇവനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പം അത് രാഷ്ട്രീയ നൈതികതയുടെ ഏറ്റവും മഹത്തായ അടയാളമായിട്ട് പിന്നെ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി പാവം അവിടെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. പട്ടി പോലെ ഇവിടുന്ന് അങ്ങ് വരെ നടന്നു, അങ്ങനെ നടന്നു, എല്ലാം നടന്നിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ വൈകുന്നേരം വരെ അവരവിടെ കിടന്ന് വെള്ളം കോരുക. ബാക്കിയുള്ള കോൺഗ്രസ്സുകാരൻ പാവപ്പെട്ടവൻ CPM വലിച്ചുകൊണ്ട് പോകുന്നത്, നീട്ടിക്കൊണ്ട് പോകുന്നത്, രാജി ആവശ്യപ്പെടാത്ത ഇവനിപ്പോൾ MLA സ്ഥാനം രാജി വെക്കരുത് പിന്നെ എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് CPM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJP-യുമാണ്. കാരണം എന്ന് വെച്ചാൽ പാലക്കാട് അവർക്ക് ചാൻസ് നോക്കിയിരിക്കുക. ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ ഇലക്ഷൻ നടന്ന BJP-യേക്കാൾ കൂടുതൽ സാധ്യത സരിനുണ്ട്. കാരണം സരിൻ ഇവനുമായിട്ടുള്ള പ്രശ്നത്തിലാണ് പോയി. അല്ലെങ്കിൽ പിന്നെ BJP-യോടെ ശോഭാ സുരേന്ദ്രനെ കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ അവനിപ്പോൾ സീറ്റ് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സീറ്റില്ല. പക്ഷേ ഷാഫി രാജിവീശിന് രാജിവെക്കാൻ പറയണം, പോയി പണി നോക്കണമില്ല എന്ന് പറയണം. അതിന് ധൈര്യമില്ല ഇവന്മാർക്ക്. മാങ്ങാണ്ടിയും ഗീങ്ങാണ്ടിയും ഒന്നും കൊണ്ടു നടക്കാതെ അതിനേക്കാളും നല്ല സംഭവങ്ങൾ ആമ്പിള്ളാരെയും പെമ്പിള്ളാരെയും ഒക്കെ കൊണ്ടുവരട്ടെന്നേ. അപ്പോൾ MLA സ്ഥാനത്ത് തുടരുന്നത്തോളം കാലം അത് അവന്റെ രാഷ്ട്രീയ ഭാവിയുടെ വിഷയമല്ല, അവനെ കൊണ്ടുവന്ന ഗോഡ് ഫാദറിനെ കൊണ്ട് രാഷ്ട്രീയ ഭാവിയുടെ വിഷയമാണ്. ഷാഫി പറമ്പിൽ ഇതിനകത്ത് സത്യസന്ധമായി ധാർമ്മികതയുണ്ടെങ്കിൽ ഒരർഹതയില്ലാത്ത സ്ഥാനത്ത് നിർബന്ധപൂർവ്വം പിടിച്ചിട്ടത് ഷാഫി പറമ്പിലാണ്. ഷാഫിയാണ് ഇതിനകത്ത് ഏറ്റവും പരമ വലിയ വൃത്തികൾ കാണിച്ച്. പിന്നെ ഷാഫിയാണ് ഇവനെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തിട്ടത്, മറ്റു പലരെയും വെട്ടിയിട്ട് ചവിട്ടിമലക്കാക്കിയിട്ട്. ഇതിനകത്ത് ഷാഫി കൂട്ടത്തരവാദിത്വം ഉള്ളവനാണ്. ഷാഫി ഒരു കൊടും ക്രിമിനലാണ് എന്ന് പറയിപ്പിക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് എത്തിക്കരുത്. ചലഞ്ച് ചെയ്യുകയാണ്. ഇത് റിവഞ്ചായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വി ആർ റെഡി ടു ഫേസ് ഓൾ ദ കോൺസിക്വൻസസ്.